ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ, നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു പിതാവേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 118 സങ്കീർത്തനം, അതിൻ്റെ 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഇതാണ് കർത്താവിൻ്റെ കവാടം, നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. ഞാൻ അവിടത്തേക്ക് നന്ദി പറയും. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയനീയമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം. വിജയം നൽകുന്ന യോദ്ധാവ് നമ്മുടെ മധ്യയുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ്, രാജകീയ പുരോഹിത ഗണമാണ്. ഈ രാജകീയ പുരോഹിതമായ ഗണത്തിന്, തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് ദൈവം വെച്ചിരിക്കുന്ന നന്മകൾ അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നാത്ത വിധം നന്മകളാണ് യേശു വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ യേശുവിൻ്റെ പ്രിയപ്പെട്ടവർക്കായി യേശു തരുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് ദൈവത്തിനെ ആരാധിക്കാം. ഹല്ലേലൂയ. നമ്മൾ ആഗ്രഹിക്കുന്നതിനൊക്കെ അപ്പുറം തരാൻ കഴിവുള്ള ദൈവം, ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് മുറുകെ പിടിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളോട് കർത്താവ് എന്താണ് ആജ്ഞാപിക്കുന്നത്, എന്താണ് നമ്മളോട് പറയുന്നത്? നാം ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ ദൈവം നമ്മളെ മുറുകെ പിടിക്കും. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിനെ സ്നേഹിക്കുന്ന മക്കൾ, കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കൾ, കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായി നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഭയങ്കര അത്ഭുതകരമായൊക്കെ തോന്നാം, പക്ഷേ ദൈവം നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ മനോഹരമായ ഒരു പൂമാലയായി നമുക്ക് മാറാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വംശം, രാജകീയ പുരോഹിത ഗണം, നമ്മളെ എന്തൊക്കെയാണ് കർത്താവ് വിളിക്കുന്നത്? ഹല്ലേലൂയ. അങ്ങനെ ആ പ്രിയപ്പെട്ട മക്കളായി നമുക്ക് മുന്നേറാം. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും നമ്മൾ മുട്ടുവോളം നമ്മളെല്ലാം ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള സർവ്വത്തിനെയും കർത്താവ് അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കട്ടെ. അതോടൊപ്പം എന്നെയും എൻ്റെ ഭർത്താവിനെയും മക്കളെയും എനിക്ക് ദാനമായി തന്ന എല്ലാം കർത്താവ് വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് നിങ്ങളുടെ എല്ലാം മുമ്പിൽ നല്ല ശ്രേയസ്സോടും ഓജസ്സോടും ഒക്കെ വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ എൻ്റെ മേൽ ചൊരിയുവാനും, രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ കിട്ടി നിങ്ങളുടെ മുമ്പിലേക്കൊക്കെ നല്ലതായി വരുവാനും കർത്താവ് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ എല്ലാവരെയും പൊതിയട്ടെ. രോഗികളായ എല്ലാ മക്കളെയും പൊതിയട്ടെ. പ്രാർത്ഥന ചോദിച്ച എല്ലാ രോഗികളായിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ കൃപയാൽ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അതോടൊപ്പം കടബാധ്യതയുള്ള മക്കളെ എല്ലാം കർത്താവെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് അവരെ ആത്മാവിൽ നിറച്ച് കർത്താവെ അവരെ കടത്തിൽ നിന്ന് പൂർണ്ണ മോചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, എല്ലാവരും പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള പല വിഷയങ്ങളും കർത്താവെ, പലവിധ കാര്യങ്ങളും എന്നോട് പറഞ്ഞു കർത്താവെ, അതെല്ലാം അങ്ങയിലാണ് ഞാൻ സമർപ്പിക്കുന്നത്. അങ്ങ് അവർക്കെല്ലാം മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ അനുഗ്രഹം മക്കളെ ബലവത്താക്കുവാൻ വേണ്ടി കർത്താവെ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്.